ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ പരാതി. ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയെന്നാണ് പരാതി. പരാതിക്കാരിയായ യുവതി പാലാരിവട്ടം പോലീസിനെയാണ് സമീപിച്ചത്. 65 ലക്ഷം രൂപ തട്ടിയെടുത്തു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതേസമയം താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. പാലാരിവട്ടം പോലീസിൽ ഒരു പരാതി ഇന്ന് രാവിലെ കിട്ടിയെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? അല്ല, എന്നെ പാലാരി സ്റ്റേഷനിൽ നിന്ന് തന്നെ കോൾ വന്നിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നമ്മൾ ആരാണ് ആക്ച്വലി എന്താ സംഭവം എന്നൊന്നും എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ബഹ്റിനിലുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്. 49 ലക്ഷം രൂപ പലപ്പോഴായി തട്ടിയെടുത്തു, പിന്നീട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. പരാതി ഞാൻ ആക്ച്വലി ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരും പൈസ തട്ടിയെടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൈസ തട്ടിയെടുത്തിട്ട് എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, യുവതിയെ അറിയില്ല. എനിക്ക് ആരാന്ന് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞ എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോ ഇത് വല്ല പ്ലാൻ ചെയ്തെന്തെങ്കിലും അതിൽ നമുക്കിത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സികളായിട്ടും പ്രശ്നങ്ങളായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കിത് ഇങ്ങനൊരു ആൾക്ക് വേണമെങ്കിലും പീഡന പരാതി കൊടുക്കാമെന്നുള്ളൊരു സമയമാണല്ലോ. എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞ. ഇപ്പൊ എവിടെയാണുള്ളത്? ഞാൻ കേരളത്തിലുണ്ട്. അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ട് അല്ല, ഞാൻ വൈഫിന് ഡെലിവറി ആയിട്ട് ട്രീറ്റ്മെന്റിലേക്കാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഷിയാസ് കൃത്യമായി തന്നെ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. പോലീസിന്റെ പക്കൽ പക്ഷേ പരാതിയുണ്ട്. യുവതി നേരിട്ടാണോ പരാതി നൽകിയത്? നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ പോലീസ്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് ഷിയാസ് കരീമിനെതിരെ യുവതി പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. പക്ഷേ പോലീസ് ഇതുവരേക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ പരാതി പരിശോധിച്ചിരിക്കുകയാണ്. ഷിയാസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഈ ആശുപത്രി കേസ് നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലാണ്. അത് കഴിഞ്ഞ ശേഷം 3 ദിവസം കഴിഞ്ഞ ശേഷം സ്റ്റേഷനിലേക്ക് എത്താമെന്നാണ് ഷിയാസ് കരീം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ യുവതി പരാതിയിൽ പറയുന്നത് 49 ലക്ഷം രൂപ ഷിയാസ് കരീം തന്റെ പക്കൽ നിന്നും പലപ്പോഴായി തട്ടിയെടുത്തെന്നാണ്. 2018 ഷിയാസ് കരീമിനെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. പിന്നീട് ഇവർക്കിടയിൽ ഒരു സൗഹൃദമുണ്ടായി. തുടർന്ന് 2023 മുതൽ ഇവർ ഒന്നിച്ചായിരുന്നു താമസിച്ചത്, ലിവിംഗ് ടുഗദർ ആയിരുന്നു. അതിനിടയിൽ ഷിയാസ് തന്നിൽ നിന്നും പലപ്പോഴായി പണം വാങ്ങി, കോഴിക്കോട് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പണം വാങ്ങി. പിന്നീട് ഒരു ജിമ്മ് തുടങ്ങുന്നുണ്ട്. അതിന്റെ പാർട്ട്ണർ ആക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പിന്നെയും പണം തട്ടിയെടുക്കുകയായിരുന്നു. പലപ്പോഴായി തന്നിൽ നിന്ന് പണം തട്ടിയെടുത്ത്. ആ സമയത്ത് ഷിയാസ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഷിയാസ് കല്യാണം കഴിച്ച വിവരം താൻ അറിയുന്നത്. തന്നെ ജീവിത അവസാനം വരെ നോക്കിക്കൊള്ളാമെന്ന് ഷിയാസ് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീടാണ് ഈ വാക്കുകളെല്ലാം മാറ്റി ഷിയാസ് മറ്റൊരു യുവതിയുമായി വിവാഹം ചെയ്തത്. ഈ പണമെല്ലാം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഷിയാസ് തന്നെ ഭീഷണിപ്പെടുത്തി. ഇവർ ഒരുമിച്ചുള്ള ചില ദൃശ്യങ്ങളും മറ്റ് ചിത്രങ്ങളുമെല്ലാം ഈ പോൺ സൈറ്റുകളിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഷിയാസ്. അതിനെ തുടർന്നാണ് താൻ പാലാരിവട്ടം പോലീസിന് പരാതി നൽകുന്നതെന്നാണ് യുവതി പറയുന്നത്. പക്ഷേ ഇതിന് ശേഷം, അതായത് ആദ്യം ന്യൂസ് 18നോട് ഷിയാസ് പ്രതികരിക്കുമ്പോൾ തനിക്ക് ഈ യുവതിയെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ പിന്നീട് ഷിയാസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് ഷിയാസ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴാണ് തൻ്റെ ഉമ്മയുടെ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന, കുടുംബപരമായി അറിയാവുന്ന ഒരു യുവതിയാണിത്. അവർ വിവാഹം കഴിച്ചു, വിവാഹ മോചിതയാണ്. തന്നിൽ നിന്നാണ് പലപ്പോഴായി യുവതി പണം വാങ്ങിയത്. അത് പെരുമ്പാവൂർ പോലീസിൽ താൻ പരാതി നൽകിയിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ തൻ്റെ കയ്യിൽ നിന്നാണ് പണം തട്ടിയത്. തൻ്റെ പണം തിരികെ നൽകാത്തതായതോടുകൂടി ആണ് പരാതി നൽകാനായി മുന്നോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ തൻ്റെ പരാതി നൽകിയതിന് പിന്നാലെയാണ് യുവതി ഇപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയതെന്നാണ് ഷിയാസിന്റെ വിശദീകരണം. എന്തായാലും പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ പെരുമ്പാവൂരിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. അതൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പാലാരിവട്ടം പോലീസ്. ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ വരുന്ന ആദ്യമായല്ല നവമി. ഇതിന് മുൻപും ചില ആരോപണങ്ങളൊക്കെ ഷിയാസിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ യുവതി നേരിട്ട് വന്ന് മൊഴി നൽകുക, തെളിവുകൾ ഹാജരാക്കുക, ഫോൺ സംഭാഷണങ്ങളും പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകളുമൊക്കെ കാണുമല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും ഈ യുവതി എന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഇതുവരെ ഈ പരാതിയിന്മേൽ കേസെടുക്കാത്തത് മറ്റെന്തെങ്കിലും സംശയങ്ങളുടെ പുറത്താണോ?
പോലീസിന് ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ ഒരു കേസ് നേരത്തെ ഷിയാസ് കരീം ഈ യുവതിക്കെതിരെ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ്. അത് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. അതേസമയം യുവതി തന്റെ പക്കലുള്ള, അതായത് ഷിയാസിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ള ഈ തുകയുടെ മറ്റ് വിവരങ്ങളും ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഇവരുടെ ചാറ്റുകൾ, മറ്റ് പോസ്റ്റുകൾ, ഇതെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്, തെളിവായി കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷിയാസ് പറയുന്നത് തന്നിൽ നിന്നാണ് ഈ യുവതി പണം തട്ടിയെടുത്തത്. പലപ്പോഴായി ഈ പണം തിരികെ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും യുവതി തന്നെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പരാതി നൽകിയിരിക്കുന്നത് എന്നുകൂടി ഷിയാസ് പറയുന്നുണ്ട്. തനിക്ക് അങ്ങനെ ഒരാളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, പണം തട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്ന ചോദ്യമാണ് ഷിയാസ് ന്യൂസ് 18നോട് ചോദിച്ചത്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസിന് ഇന്ന് രാവിലെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരു യുവതിയാണ് പരാതി നൽകിയത്. എന്നാലും പോലീസ് ഇതിൽ തുടർ നടപടികൾ എന്ത് സ്വീകരിക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. ഷിയാസ് ഇപ്പോൾ നിലവിൽ പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ പോലീസുമായി സഹകരിക്കാമെന്നാണ് ഷിയാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.